യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് കരുതുകയാണ്. അതിനായി ഇത് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് സഭയിൽ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സീറോ മലബാർ സഭയിൽ മാത്രമല്ല, എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും സഭകളിലും ഇന്ന് പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുകയാണ്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ഇത്. ഇന്നത്തെ വായനകളും ഒക്കെ അതിന് അനുരൂപപ്പെടുത്തിയുള്ളതാണ് എന്ന് നമുക്കറിയാം. ദൈവമെന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും നമുക്ക് ഏകദേശം ഒക്കെ ഒരു ധാരണയുണ്ട്. എന്നാൽ ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട അറിവുകളില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പരിശുദ്ധാത്മാവിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചും പരിശുദ്ധാത്മാവ് ഉള്ളവർ അല്പം വിവേകം കുറഞ്ഞവരാണെന്നുമൊക്കെ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വിജയത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. ദൈവം പൂർണ്ണമായും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണ് യേശു ഈ ലോകത്ത് ജാതനായത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് യേശു പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. യേശുവിൻ്റെ മാമോദീസ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവുതിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നു. പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നയിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ ചൈതന്യം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ അതേ ചൈതന്യം ശിഷ്യന്മാരിലും ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ മഹത്വീകരണത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് ആ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും അത് നൽകുകയും ചെയ്തു. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ലോകം മുഴുവനും ശിഷ്യന്മാരെ പോവുകയും സുവിശേഷ പ്രഘോഷണം നടത്തുകയും ചെയ്തത്. പരിശുദ്ധാത്മാവ് നമുക്കൊരു ആത്മധൈര്യത്തിൻ്റെ അരൂപിയാണ് എന്ന് തരേണ്ടത്. ഭയത്തിൻ്റെ അരൂപിയല്ല, മറിച്ച് ഒരു ആത്മധൈര്യത്തിൻ്റെ അരൂപിയാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത് യേശുക്രിസ്തുവിനെ പോലെ ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള, ശിഷ്യന്മാരെ പോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാനും ആവശ്യമെങ്കിൽ മരിക്കുവാനുമുള്ള ആ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് എന്നാണ്. പരിശുദ്ധാത്മാവ് ഒരാളിലില്ലെങ്കിൽ ചൈതന്യത്തോടു കൂടിയ ഒരു ആത്മീയ ശുശ്രൂഷയും ചെയ്യുവാൻ ആ ആളിന് സാധിക്കുകയില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ചേതന, ക്രിസ്തുവിൻ്റെ ചൈതന്യം ശിഷ്യന്മാരിലും ഇന്ന് ജീവിക്കുന്ന നമ്മളിലും ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമതായി പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ഒരു അരൂപിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ കാര്യം വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ദാനങ്ങളിലും വരങ്ങളിലും ഒക്കെ വൈവിധ്യമുണ്ടെങ്കിലും ഇതെല്ലാം സഭയുടെ ഐക്യത്തിനായിട്ട് ഉപകരിക്കണം. അതുകൊണ്ട് വൈവിധ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, ഐക്യത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മ വേണം. ഈ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേരള സഭയിൽ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയിട്ട് 40 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അത് പ്രത്യേകിച്ചും കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ നമ്മളെ വചനം പഠിക്കുന്നതിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ വചനത്തിൻ്റെ ഒരു ചൈതന്യം നമ്മുടെ കേരള നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായും നല്ലതാണ്. അതോടൊപ്പം തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്നത് വിവേകരഹിതമായ വാക്കുകളും പ്രവൃത്തികളും
ഉള്ളതായി നമ്മൾ പലപ്പോഴും കാണുന്നു. ധ്യാനത്തിലൊക്കെ കൂടിപ്പോയിട്ട് വന്നവരെ വിവേകശൂന്യമായി സംസാരിക്കുക, വിവേകശൂന്യമായി പെരുമാറുക, അങ്ങനെയുള്ള ചിന്ത കാണുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നുള്ളതാണ്. ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വിവേകത്തിൻ്റെ ആത്മാവാണ്, അറിവിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ അരൂപിയാണ്. അത് നമ്മളിലുണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ജീവിത വ്യാപാരങ്ങളിലെല്ലാം ആ ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആശംസിക്കുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.